നമസ്കാരം, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ജനുവരി 30, ഭാരതത്തിന്റെ ആത്മാവിനെ വെടിയുണ്ടകൾ കീറി മുറിച്ച കറുത്ത ദിനം. 78 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ജനുവരി 30 സായാഹ്ന വെളിച്ചത്തിലായിരുന്നു മഹാത്മാഗാന്ധി എന്ന അഹിംസയുടെ മഹാസൂര്യൻ അസ്തമിച്ചത്. പ്രാർത്ഥനയ്ക്കായി കൂപ്പിപ്പിടിച്ച കൈകളുമായി എത്തിയ ആ മനുഷ്യന് നേരെ 3 വെടിയുണ്ടകൾ പാഞ്ഞു കയറിയപ്പോൾ തകർന്നു വീണത് ഒരു മനുഷ്യനായിരുന്നില്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ആത്മബലമായിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച ആ യുഗപുരുഷൻ ചോരയിൽ കുളിച്ചു വീഴുമ്പോഴും വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് നേരിടാനാണ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചത്. ചരിത്രം ആ മുറിവുകൾ ഒരുപക്ഷെ ഉണക്കിയേക്കാം, പക്ഷേ ആ 3 വെടിയൊച്ചകൾ ഇന്നും ഓരോ ഭാരതീയന്റെയും നെഞ്ചിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ ഗർവിനേക്കാൾ വലുത് ആത്മബലമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ആ മഹാത്യാഗത്തിന് മുൻപിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ഓരോ ധീര രക്തസാക്ഷികൾക്ക് മുന്നിൽ ശിരസ് നമിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. മാത്രമല്ല, ഇന്ന് നിരവധി വാർത്തകളുണ്ട്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് SIR അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. ഹിയറിംഗും പരിശോധനയും അടുത്ത മാസം 14 വരെ. പേര് ചേർക്കാൻ ഇതുവരെ അപേക്ഷ നൽകിയത് 11 ലക്ഷം പേർ. ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. നടപടി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളെ റവല്യൂഷണറി ഗാർഡിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയതിന് പിന്നാലെ നീക്കം നിയമവിരുദ്ധമെന്ന് ഇറാൻ. അഞ്ചാം ലോക കേരള സഭയിൽ ഇന്ന് ചർച്ചകൾക്ക് തുടക്കം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവിധ സെഷനുകളിൽ മന്ത്രിമാർ പങ്കെടുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലൂക്കോസൈറ്റ് ഫിൽട്ടേഴ്സ് രക്തവിതരണം മുടങ്ങിയതോടെ തലാസീമിയ രോഗികൾ ദുരിതത്തിൽ. ആശുപത്രിയിലെ സ്റ്റോക്ക് തീർന്നതോടെ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാനം. ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 നാളെ കാര്യവട്ടത്ത്. വിശദമായ വാർത്തകൾ നോക്കാം. SIRമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. മാത്രവുമല്ല, അതിലേറ്റവും ഒടുവിലായി SIRൽ പേര് ചേർക്കാനും ഒഴിവാക്കാനുമുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ആദ്യം ഈ മാസം 22 വരെയായിരുന്നു ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള കാലാവധി. പക്ഷേ പിന്നീട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സമയം ഇന്ന് വരെ നീട്ടി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഗുഡ് മോർണിംഗ്. ഈ SIRമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളുണ്ടായിരുന്നു, ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടി വന്നതോടുകൂടിയാണ് ഈ തീയതിയിൽ ഒരു വ്യത്യാസം വന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നതാ സമയം അവസാനിക്കുന്നു. പക്ഷെ അപ്പോഴും ഏകദേശം 37 ലക്ഷത്തോളം പേർ ഇനിയും രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് ലിജിൻ. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിദ്രുതം മുന്നോട്ട് പോവുകയാണ്. ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പട്ടികയിൽ പേരില്ലാത്തവർക്കും അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് പേര് ഒഴിവാക്കുന്നതിനുമായി ഒരു സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ് ഉണ്ടായത്. ആദ്യം ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി 22 വരെയാണ് ഇത്തരത്തിൽ ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കാനുള്ള കാലാവധിയായി നീട്ടി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അതിദ്രുതം ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ വലിയ വിമർശനമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഉന്നയിച്ചത്. അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ കാലാവധി നീട്ടി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ച് സമീപിക്കുന്നത്. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ന് വരെ, അതായത് ജനുവരി 30-ാം തീയതി വരെ ഈ വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർക്കാനോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കാനോ ആയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള കാലാവധി നീട്ടി നൽകിയത്. എന്തായാലും സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഈ പേരിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളവരാണ് ഇത്തരത്തിൽ ഈ ഒരു രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുള്ളത്. 2002-ലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കും ഇത്തരത്തിൽ രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതിന്റെ നടപടികളാണ് ഇനി പുരോഗമിക്കുന്നത്. ഇന്നത്തോടെ ഈ സമയപരിധി അവസാനിക്കും. ഫെബ്രുവരി 14-ാം തീയതി വരെ ഇത്തരത്തിൽ രേഖകൾ പരിശോധിക്കുന്നതും ഹിയറിംഗുകൾ നടത്തുന്നതും തുടരും. അതിനുശേഷം ഫെബ്രുവരി 22-ാം തീയതിയായിരിക്കും 21-ാം തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക
പൂർത്തീകരിക്കുക. അതുവരെ സാവകാശമുണ്ട്. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ പുതിയ വോട്ടറായി പേര് ചേർക്കാനുള്ള സാവകാശം ഉണ്ടാകുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർമ്മപ്പെടുത്തുന്നത്. ലിജിൻ. ശരി, എന്തായാലും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പേര് ചേർക്കുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ അപേക്ഷ നൽകുന്നതിനും പേര് ഒഴിവാക്കുന്നതിനുമൊക്കെയുള്ള കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഒപ്പം തന്നെ ഇനിയും ഏകദേശം 37 ലക്ഷത്തോളം പേരാണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടതുള്ളത്. ഹിയറിങ്ങിനും പരിശോധനയ്ക്കുമായി കഴിഞ്ഞ ദിവസം വരെ ഏകദേശം 9868 പേരാണ് പത്രികയിൽ നിന്നും പുറത്തായത് എന്നുള്ള വിവരം കൂടിയുണ്ട്. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി വൈശാഖനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. കൊലപാതകം നടത്തിയ വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഡസ്ട്രിയിൽ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക. അതേസമയം സംഭവശേഷം വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ദൃശ്യം അമൃത അനസ് പുറത്തുവിട്ടിരുന്നു. യുവതി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാണ് വൈശാഖൻ ഭാര്യയെ വിളിച്ചു വരുത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ വിവാദമുണ്ടായ ഒരു സംഭവമാണ്. ഏറ്റവും ഒടുവിൽ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് വളരെ കൃത്യമാണ് ഈ മൃതദേഹം വൈശാഖനും ഭാര്യയുമായി ചേർന്ന് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളാണ് വരുന്നത്. എന്തായാലും ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ, നടപടികൾ എന്തൊക്കെയായിരിക്കും? ഗുഡ് മോർണിംഗ് ലിജിൻ സൂചിപ്പിച്ച പോലെ ഒരു ആത്മഹത്യയായി കരുതേണ്ടിയിരുന്ന ഈ ഒരു സംഭവമാണ് കൊലപാതകമെന്ന് എലത്തൂർ പോലീസ് തെളിയിച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായും പോലീസിനെ സഹായിച്ചത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് സഹായകമായത്. യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം CCTV വന്ന് ക്ലിയർ ചെയ്യാനായിരുന്നു വൈശാഖന്റെ തീരുമാനം. എന്നാൽ അതിനു മുമ്പ് തന്നെ പോലീസ് ഈ സ്ഥലത്തെത്തിയിരുന്നു. അതാണ് കേസിൽ നിർണായകമായത്. ആത്മഹത്യ എന്ന് കരുതിയ കേസ് അങ്ങനെയാണ് കൊലപാതകമായി മാറിയത്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. കാരണം ബന്ധുവാണ്, അതോടൊപ്പം തന്നെ സുഹൃത്താണ്. ഈ ഒരു 26-കാരിയെ 16 വയസ്സ് മുതൽ പലതവണ വൈശാഖൻ ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. തുടർന്ന് മൃതദേഹത്തെയും, അതായത് ഈ ഒരു കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹത്തെയും വൈശാഖൻ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള കാര്യം കൂടെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അത്തരം അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്നുള്ള വ്യാജേനയാണ് ഈ വൈശാഖൻ യുവതിയെ ഈ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ ഈ യുവതിയുടെ കഴുത്തിൽ കുരുക്കിട്ട ശേഷം വൈശാഖൻ സ്റ്റൂൾ തട്ടി മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് കൊലപാതകം നടത്തിയത്. എന്തായാലും പോലീസ് കസ്റ്റഡിയിലാണ് വൈശാഖൻ ഇപ്പോൾ ഉള്ളത്. 5 ദിവസത്തേക്കാണ് വൈശാഖനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്നെന്തായാലും ഈ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന മോരിക്കരയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അമൃത ന്യൂസ് ആണ് ഈ ഒരു വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയെ കാറിലേക്ക് കയറ്റുന്ന CCTV ദൃശ്യം പുറത്തുവിട്ടത്. ഈ സംഭവം നടന്ന ശേഷം യുവതി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാണ് ഈ വൈശാഖൻ ഭാര്യയെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയത്. ശേഷം ഓട്ടോറിക്ഷയിൽ വർക്ക്ഷോപ്പിലെത്തിയ ഭാര്യയും അതേപോലെ വൈശാഖനും ചേർന്ന് യുവതിയെ കെട്ടഴിച്ച് കാറിലേക്ക് കയറ്റുന്നത്. പക്ഷേ ആശുപത്രിയിലേക്കായിരിക്കും കാറിലേക്ക് കയറ്റുന്ന CCTV ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അമൃത ന്യൂസ് പുറത്തുവിട്ടത്. എന്തായാലും കേസിൽ ഇനിയും നിർണായകമായ ഒരുപാട് തെളിവെടുപ്പുകൾ നടത്താനുണ്ട്. ഇന്നെന്തായാലും എലത്തൂർ പോലീസ് വൈശാഖനുമായി മോരിക്കരയിലെ വർക്ക്ഷോപ്പിലെത്തി തെളിവെടുപ്പ് നടത്തും. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ 16 വയസ്സ് മുതൽ തന്നെ വൈശാഖൻ തന്നെ ഈ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കുന്നു എന്ന് യുവതി തന്റെ ഡയറിയിൽ എഴുതിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ പോക്സോ കേസ് ചുമത്തി മറ്റൊരു FIR വൈശാഖിനെതിരെ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ തെളിവെടുപ്പ് കൂടി വരുമ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി കുരുക്കുമുറുക്കുക എന്നതായിരിക്കുമല്ലോ പോലീസും ലക്ഷ്യം വയ്ക്കുന്നത്, പ്രത്യേകിച്ച് ഇത്രയും അതിക്രൂരമായ ഒരു കൊലപാതകം ചെയ്യുന്ന വേളയിൽ. അതേ ലിജിൻ, തീർച്ചയായും 16 വയസ്സ് മുതൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഈ യുവതി ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്. യുവതി കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് വൈശാഖിനി കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ. പലതവണ യുവതിയെ പിന്മാറ്റാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല എന്നുള്ളതാണ് വൈശാഖൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ വിവരം യുവതി ഭാര്യയോട് പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് വൈശാഖൻ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒരുമിച്ച് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം എന്നുള്ള വ്യാജേന വൈശാഖൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് യുവതിയെ വിളിച്ചു വരുത്തിയത്.
അങ്ങനെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷവും യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന് CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പോക്സോ കേസ് വൈശാഖിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പോലീസിന്റെ മറ്റു നടപടികളെല്ലാം. എന്തായാലും അതിനുവേണ്ടി തന്നെയാണ് പോലീസ് വൈശാഖിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഇന്ന് ആ മൂരിക്കരയിലെ വൈശാഖിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ശേഷമായിരിക്കും കൂടുതൽ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുക. ശരി, എന്തായാലും മാളിക്കടവ്, കോഴിക്കോട് മാളിക്കടവിലാണ് ഒന്നിച്ച് ജീവനെടുക്കാമെന്ന് യുവതിയെ വിളിച്ചു വരുത്തുകയും ഏറ്റവും ഒടുവിൽ യുവതിയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അതിൻ്റെ നിർണായക ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വൈശാഖൻ എന്ന പ്രതിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഈ മൃതദേഹത്തെ കാറിലേക്ക് കയറ്റുന്നത്. ഭാര്യയോട് അദ്ദേഹം പറഞ്ഞത് ആത്മഹത്യ ചെയ്തു എന്നതാണ്. പക്ഷേ ഈ 16 വയസ്സ് മുതൽ തന്നെ പീഡിപ്പിച്ചിരുന്നു, ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യുവതി തന്നെ തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും പോലീസിൻ്റെ തെളിവെടുപ്പ് ഇന്ന് നടക്കുകയാണ്. സ്വാഭാവികമായും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വർഷയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്കിൽ ലൂക്കോസൈറ്റ് ഫിൽട്ടേഴ്സ് രക്തവിതരണം മുടങ്ങിയതോടെ തലാസീമിയ രോഗികൾ ദുരിതത്തിൽ. ആശുപത്രിയിലെ സ്റ്റോക്ക് തീർന്നതോടെ വലിയ വില കൊടുത്ത് പുറത്തുനിന്നും ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റ് വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. ലോക്കൽ പർച്ചേസ് നടത്തി രോഗികൾക്ക് ഫിൽട്ടർ സെറ്റ് ലഭ്യമാക്കണമെന്ന പ്രത്യേക ഉത്തരവ് നിലനിൽക്കുന്ന വേളയിലാണ് ഈ അവസ്ഥ. രോഗികൾക്ക് രക്തം നൽകുമ്പോഴുണ്ടാകുന്ന ഗുരുതരമായ പാർശ്വഫലം ഒഴിവാക്കാനായി ഉപയോഗിക്കുന്നതാണ് ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റ്. തലാസീമിയ രോഗികൾക്ക് ഹീമോഗ്ലോബിന്റെ മതിയായ അളവ് ശരീരത്തിൽ നിലനിർത്താൻ പലപ്പോഴും മാസം തോറും 2-3 യൂണിറ്റ് രക്തം വരെ ആവശ്യമായി വരും. എന്നാൽ ഫിൽട്ടർ സെറ്റ് ഇല്ലാതെ രക്തം സ്വീകരിക്കാൻ ഭയപ്പെടുകയാണിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന രക്തത്തിന്റെ അളവ് ഇവർ കുറച്ചു. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ഭയവും രോഗികൾക്കുണ്ട്. 1300 രൂപ നൽകി പുറത്തുനിന്നും ഫിൽട്ടർ സെറ്റ് വാങ്ങേണ്ട അവസ്ഥയാണ് രോഗികൾക്കെന്ന് ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി കേരളത്തിലെ തലസീമിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം മരുന്നും ഫിൽട്ടർ സെറ്റും ഒക്കെ തീരുന്ന ഒരു സ്ഥിതി ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവന് പോലും അങ്ങേയറ്റത്തെ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 തവണ രക്തം കയറ്റുന്നതിന് 2-3 ഫിൽട്ടർ സെറ്റ് വാങ്ങേണ്ടി വരുന്ന ഈ വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം വഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ഈ മരുന്നും ഫിൽട്ടർ സെറ്റും മുടങ്ങുന്ന സ്ഥിതി തലസീമിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാത്ത സ്ഥിതി സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറാവുകയും വേണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏറെ നാളത്തെ മുറവിളിക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഫിൽട്ടർ സെറ്റുകൾ എത്തിയത്. അതാണെങ്കിൽ ഇപ്പോൾ താളം തെറ്റിയ അവസ്ഥയിലാണ്. കണ്ണൂർ ജില്ലയിലും സ്ഥിതി സമാനമാണ്. ഇവർക്ക് ആവശ്യമായ മരുന്നും മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഫിൽട്ടർ സെറ്റുകളും മരുന്നുകളും എത്തിക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡിനെ യൂറോപ്യൻ യൂണിയൻ ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തി. അൽ-ഖ്വയ്ദ, IS, ഹമാസ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്. അടുത്തിടെ നടന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഇറാനിയൻ സർക്കാർ റവല്യൂഷണറി ഗാർഡിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയതിന് പിന്നാലെയാണ് നടപടി. യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാർ ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തതെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റും യൂറോപ്യൻ യൂണിയൻ വിദേശനയ വിഭാഗം അധ്യക്ഷയുമായ കായ കാലസ് അറിയിച്ചു. പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയതിൽ റവല്യൂഷണറി ഗാർഡിനെ ഉന്നത കമാൻഡർ ഉൾപ്പെടെ 15 ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് 27 അംഗ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്ന് NCPയിൽ പുതിയ അധ്യക്ഷൻ ആര് എന്നതിൽ ചർച്ച ആരംഭിച്ച് മുതിർന്ന നേതാക്കൾ. അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയുമായി കൂടിക്കാഴ്ച നടത്തി ബാരാമതി മണ്ഡലത്തിൽ സുനേത്ര മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അജിത് പവാറിന്റെ ഭാര്യയും രാജ്യസഭാ അംഗവുമായ സുനേത്ര പവാറിനോട് ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ NCP നേതാക്കൾ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. മുതിർന്ന NCP നേതാക്കളായ പ്രഫുൽ പട്ടേൽ, ഛഗൻ ഭുജ്ബാൽ, ധനഞ്ജയ് മുണ്ടെ എന്നിവർ സുനേത്ര പവാറിനെ സന്ദർശിച്ചു. സുനേത്രയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നിർദ്ദേശങ്ങളും മറ്റ് ഭാവി പരിപാടികളും ചർച്ച ചെയ്യുന്നതിനായി NCP നേതാക്കൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി ബജറ്റിൽ തുക അനുവദിച്ചതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇടുക്കിയിലെ മലയോര ജനത കാണുന്നത്. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള ചരക്ക് ഗതാഗത രംഗത്ത് ഹൈറേഞ്ചിന് കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സാധിക്കും. ഇതോടൊപ്പം കട്ടപ്പനയെ ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ 20 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് കട്ടപ്പന തേനി തുരങ്കപാത. മൂന്നാർ, തേക്കടി, വാഗമൺ, ഇടുക്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും ഇത് വലിയ കുതിപ്പേകും. കട്ടപ്പന പാറക്കടവ് മുതൽ കമ്പം 1-ാം വളവ് വരെ
ഭൂഗർഭപാത നിർമ്മിച്ചാൽ 12 കിലോമീറ്റർ ദൂരമാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 490 മീറ്റർ ഉയരത്തിലാണ് കമ്പം ടൗൺ. കട്ടപ്പന 870 മീറ്റർ ഉയരത്തിലും. കമ്പവും കട്ടപ്പനയും തമ്മിലുള്ള ഉയരവ്യത്യാസം 270 മീറ്ററാണ്. 100 മീറ്റർ പാത നിർമ്മിക്കുമ്പോൾ 5 മീറ്റർ വരെ ചെരിവുണ്ടാകാമെന്നതാണ് നിർമ്മാണത്തിന്റെ അന്തർദേശീയ മാനദണ്ഡം. കമ്പം തുരങ്കപാത നിർമ്മിച്ചാൽ 2.25 മീറ്റർ ചെരിവ് മാത്രമേ ഉണ്ടാകൂ. ഇപ്പോൾ കമ്പത്തെത്താൻ 40 കിലോമീറ്റർ ദൂരമാണ് കട്ടപ്പനയിൽ നിന്നുള്ളത്. തുരങ്കപാത നിർമ്മിക്കാനായാൽ ഹൈറേഞ്ചിന്റെ വികസന സാധ്യതകൾ വൻതോതിൽ ഉയരും. ഇങ്ങനൊരു തുരങ്കപാത വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിർദ്ദിഷ്ട ലോവർ ക്യാമ്പ് റെയിൽവേ സ്റ്റേഷൻ പ്രൊജക്റ്റിലേക്ക് അത് യാഥാർത്ഥ്യമായാൽ ആ കട്ടപ്പനയിൽ നിന്നും വെറും 10 മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താവുന്ന സാഹചര്യം രൂപപ്പെടും. നവ ഇടുക്കി പുതുവഴികൾ എന്ന സെമിനാറിൽ കട്ടപ്പന കമ്പം തുരങ്കപാതയുടെ സാധ്യതാ പഠനം നടത്തുന്നതിന് തീരുമാനിച്ചിരുന്നു. മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിലാണ് നൂതന ആശയമുണ്ടായത്. ഇതോടൊപ്പം ഇടുക്കി ഗ്രീൻ ടൂറിസം കമ്പനിയുടെ നേതൃത്വത്തിൽ സാധ്യതാ പഠനവും നടത്തി. ഇതിനുശേഷമാണ് സംസ്ഥാന ബജറ്റിൽ തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. തവനൂർ മഹാമാഘ മഹോത്സവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയാണ്. മഹാദേവ ഘട്ടിൽ നടക്കുന്ന മഹാഗണപതി ഹോമത്തിലാണ് സുരേഷ് ഗോപി പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, വലിയ ഭക്തജന തിരക്ക് അവിടെയുണ്ട്. മാത്രവുമല്ല, ഇന്നതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പങ്കെടുക്കുകയാണ്. ഇന്നത്തെ പ്രധാന പൂജകളൊക്കെ എന്തൊക്കെയാണ്? ഓം അപ്രതീക്ഷിത സമ്രാത്മദ്വിരൂപോപലബ്ധൈ നമഃ. ഓം പാണി പദ്മസ്വവതീനാം ശോഭനാനാം നമഃ. തിരുനാവായ മഹാമക മഹോത്സവം തുടങ്ങിയ ദിവസങ്ങളായി വലിയ ജനപ്രവാഹമാണ് തിരുനാവായിലേക്കും ഒപ്പം തന്നെ തവനൂരിലേക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തവനൂരിലെ മഹാദേവ ഘട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്നു. അദ്ദേഹം 6 മണിക്കാണ് പങ്കെടുക്കുന്നത്. തികച്ചും വ്യക്തിപരമായൊരു സന്ദർശനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാവിലെ 6 മണിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം മഹാഗണപതി ഹോമത്തിൽ മഹാഘട്ടിൽ നടക്കുന്ന മഹാഗണപതി ഹോമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം ഏതാണ്ട് 1.5 മണിക്കൂറോളം അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ തിരക്കാണ് തിരുനാവായിലും അതുപോലെ തന്നെ തവനൂരിലും ഉണ്ടാകുന്നത്. കുംഭമേള അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിള ആരതിയിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ കാലയളവിൽ നിളയിൽ കുളിക്കുക എന്നുള്ളതെല്ലാം പവിത്രമായ കാര്യമാണ്. മഹാമകം നടക്കുന്ന അവസരത്തിൽ നിളയിൽ സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈ സമയത്ത് നിളയിൽ സ്നാനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ വിശ്വാസികൾ വളരെയധികം ആവേശത്തോടു കൂടിയാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നമുക്കറിയാം, ഉച്ചയോടുകൂടി ഇവിടെ നിളാതീരം ജനനിബിഡമാകും. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന ആളുകൾ, വിദേശത്തു നിന്ന് പോലുമുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഈ നിളാപൂജയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും കേരളീയ പൗരാണിക സംസ്കാരം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ സർവാത്മന പിന്തുണയ്ക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാവിധ മതവിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. എല്ലാവരുടെയും സഹകരണം ഇവിടെയുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള വിശ്വാസികളുടെ വലിയ പ്രവാഹം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വളരെയധികം ആവേശത്തോടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഇവിടെ വിവിധ തരത്തിലുള്ള ഹോമങ്ങൾ നടക്കുന്നുണ്ട്. വൈകുന്നേരം കലാകുമ്പിൽ കലാപരിപാടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ വൈകിട്ട് 2 ഭാഗങ്ങളിലായി നിള ആരതി നടക്കുന്നു. തിരുനാവായ ഭാഗത്ത് നിള ആരതിയുണ്ട്, ഒപ്പം തന്നെ തവനൂർ ഭാഗത്തും നിള ആരതി നടക്കുന്നു. ആദ്യമായി ഇവിടെ 2016 ഇത്തരം ഒരു കുംഭമേളയ്ക്ക് അല്ലെങ്കിൽ മഹാമക ഉത്സവത്തിന് വീണ്ടും തുടക്കം കുറിച്ചത് താനൂർ അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതിനാൽ തന്നെ അത് 10 വർഷം പൂർത്തിയാക്കുന്ന ഒരു കാലയളവിലാണ് ഇപ്പോൾ വലിയ വിപുലമായ ആഘോഷത്തോടു കൂടി നടക്കുന്നത്. 2028 ആകുമ്പോഴേക്കും മഹാകുംഭമേള എന്നുള്ള തരത്തിൽ വലിയ ആവേശത്തോടുകൂടി രാജ്യത്തിൻ്റെ ആകെ ഒരു ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ എന്തായാലും നടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മഹാഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഇവിടെ ഉണ്ടാകും. ശരി, എന്തായാലും തിരുനാവായ മഹാമാഘ മഹോത്സവത്തിൽ വലിയ ഭക്തജന തിരക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത്. എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹം അവിടെ ഉണ്ടാകും. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. 5ാം ലോക കേരള സഭയുടെ സെഷനുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സെഷനുകൾ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക്
നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ചടങ്ങ്. പ്രവാസി വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ ഉൾപ്പെടെയുള്ളവയുടെ ഉദ്ഘാടനവും ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഏകദേശം 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി ആരംഭിച്ചു. ഇന്ന് എന്തൊക്കെ ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പരിപാടികളാണ് ഇന്ന് നടക്കുക? എന്തൊക്കെ സെഷനുകളാണ് ഇന്ന് മന്ത്രിമാർ പങ്കെടുക്കുക? ലിജിൻ, രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണ കാലാവധിക്കുള്ളിലെ അവസാന ലോക കേരള സഭയാണ് ഇന്നും നാളെയുമായി നടക്കുന്നത്. പ്രതിനിധി സമ്മേളനങ്ങളാണ്. വിവിധ സെഷനുകളിലുള്ള ചർച്ചകൾ ഇന്ന് നടക്കും. ഈ സെഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം വിവിധ പോർട്ടലുകളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. അതായത് പ്രവാസി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സ്റ്റുഡന്റ് പോർട്ടൽ, ഷെർപ്പ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും. ഇന്ന് നടക്കുക ഈ വിഷയാടിസ്ഥാനത്തിലുള്ള ചർച്ചകളും മേഖലാ സമ്മേളനങ്ങളുമാണ് ഇന്ന് നടക്കുക. വിവിധ മന്ത്രിമാരും MLA-മാരും വകുപ്പ് സെക്രട്ടറിമാരും ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ലിജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 125 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 500ഓളം പ്രതിനിധികളാണ് ഇന്നും നാളെയുമായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമാകുക. നാളെ ഉച്ചയ്ക്ക് 2:30 ഈ ഒരു ലോക കേരള സഭ സമാപിക്കുന്നത്. ഈ ദൂർത്ത് ആരോപിച്ച് പ്രതിപക്ഷം ഇത്തവണയും ലോക കേരള സഭയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ലിജിൻ, ദേവിക, ഒരു കാര്യം കൂടി, നേരത്തെ അവസാനം ദേവിക സൂചിപ്പിച്ചതുപോലെ ഈ എപ്പോഴൊക്കെ ലോക കേരള സഭ നടക്കുന്നുവോ അപ്പോഴൊക്കെ വിവാദങ്ങളും ഇങ്ങനെ വരാറുണ്ട്. ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ സംസ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോഴും ഇത്രയും തുക ചെലവാക്കി ഇങ്ങനെയൊരു പരിപാടി വേണമോ എന്നുള്ള കാര്യം കൂടി ചോദിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു. ഒപ്പം തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ലോക കേരള സഭ കൂടിയാണ്. അപ്പോൾ പരമാവധി എത്രത്തോളം പൊലിപ്പിക്കാം എന്ന് തന്നെയായിരിക്കുമല്ലോ സർക്കാരും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ വിദേശ നിക്ഷേപങ്ങളും അവരുടെ വൈദഗ്ധ്യവും എത്തരത്തിലൊരു നവകേരള സൃഷ്ടിക്കായി പ്രയോജനപ്പെടുത്താമെന്ന കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ ഒരു നവകേരള സൃഷ്ടിക്കായി ലോക കേരള സഭയിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. അതേസമയം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന ആരോപണം തന്നെയാണ് ലിജിൻ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള ദൂർത്ത് ആരോപിച്ച് തന്നെയാണ് ഇത്തവണയും ഈ ലോക കേരള സഭയിൽ നിന്ന് ഈ ഒരു പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നത്. ലിജിൻ, ശരി, എന്തായാലും ലോക കേരള സഭയുടെ 2ാം ദിനമാണ് ഇന്ന് വിവിധ സെഷനുകളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും സെഷനുകൾ ഉദ്ഘാടനം ചെയ്യുക. രാവിലെ 10 മണിയോടുകൂടെ തന്നെ ഇത് ആരംഭിക്കും. ഒപ്പം തന്നെ നിരവധി ഉദ്ഘാടനങ്ങളും ഇന്ന് നടക്കുകയാണ്. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ നിന്നും തുടക്കമാകും. ഫെബ്രുവരി 1 വൈകിട്ട് 3 മണിക്ക് LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF നേതൃത്വത്തിൽ നടത്തുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 1 മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്ന് തുടക്കമാകും. വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥക്ക് മുന്നോടിയായി വിവിധ കേന്ദ്രങ്ങളിലായി വിളംബര ജാഥകൾ നടന്നു വരികയാണ്. 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ നടപ്പാക്കിയ വൻകിട വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കൽ, കേന്ദ്രം കേരളത്തോട് പുലർത്തുന്ന രാഷ്ട്രീയ വിവേചനപരമായ അവഗണനകൾ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയുക, തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിനായി ജാഥയിലൂടെ ജനമുന്നേറ്റം സൃഷ്ടിച്ച് LDF-ന് കരുത്തു പകരുക തുടങ്ങിയവ ലക്ഷ്യമിടുന്നു. തുടർച്ചയായിട്ട് കഴിഞ്ഞ 10 വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുക, അതിനെ തമസ്കരിക്കാൻ UDF BJP 2 വർഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഈ ജാഥ ഉപയോഗിച്ചു. മറ്റൊന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിൽ കാണിക്കുന്ന അവഗണനയാണ്. രാഷ്ട്രീയ വിവേചനപരമായ പ്രതികാരപരമായ അവഗണനയാണ്. ഫെബ്രുവരി 2 ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. ഫെബ്രുവരി 14 തൃശൂരിലാണ് MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ സമാപനം. അമൃത ന്യൂസ്, കാസർഗോഡ്. കോഴിക്കോട് ഫറോക്കിൽ നാട്ടുകാരുടെ ജീവന് ഭീഷണിയായി പാറോൾ താഴം പുളിക്കത്തറയിലെ കുടിവെള്ള ടാങ്ക്. ഫറോക്ക് നഗരസഭയിലെ 5 വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്കിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതാണ് പ്രതിസന്ധിയാകുന്നത്. അപകട ഭീഷണി നേരിടുന്ന ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഫറോക്ക് നഗരസഭയിലെ 5 വാർഡുകൾ താമസിക്കുന്ന ആളുകളുടെ ഏകാശയമാണ് 3 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള
പാറോൽത്താഴം പുളിക്കത്തറയിലെ കുടിവെള്ള ടാങ്ക്. എന്നാൽ നിർമ്മാണം കഴിഞ്ഞ് ഒരു തവണ പോലും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ടാങ്ക് ജീർണിച്ച് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഇതോടെ പ്രദേശവാസികൾ ഭയന്നാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ടാങ്കിന്റെ സംരക്ഷണ ഭിത്തികൾ ദ്രവിച്ചതിനോടൊപ്പം കോൺക്രീറ്റ് പാളികളിലെ കമ്പികൾ ഇളകി പുറത്തേക്ക് കാണുന്ന അവസ്ഥയിലുമാണുള്ളത്. പലതവണ ഫറൂഖ് നഗരസഭയിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 4 തൂണും ദ്രവിച്ച് കിടക്കാണ്. ഇതിലിനി ഒന്നുമില്ല. താഴെ സൈഡ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആയാൽ കംപ്ലീറ്റ് ടാങ്ക് താഴെ പോകും. ആ ലെവലിലാണ് ഇത് നിൽക്കുന്നത്. ഏറ്റവും വലിയ അവിടെ സ്ഥലം. ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ പഞ്ചായത്തിൽ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. അതുമാതിരി ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, വില്ലേജിലും കൊടുത്തിട്ടുണ്ട്. ടാങ്ക് ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അപകട സാധ്യത ഇരട്ടിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്നാക്കാനൊരു ഇതുണ്ടാക്കണം. വെള്ളമടിക്കുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഈ പിഞ്ച് കുട്ടികളാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ വീടാണ് അത് കിടക്കുന്നത്. എന്താ വെച്ചാൽ എൻ്റെ മക്കളും പിന്നെ പേരക്കുട്ടികളൊക്കെ റൂമിലൊക്കെ കിടക്കുന്നത്. ഈ ടാങ്കിന് ഇതുവരെ ഒരു മെയിൻ്റെനൻസ് ഇതുവരെ ചെയ്തില്ല. ഫില്ലെ കണ്ട് സാർക്ക് കാണാം ഈ ടാങ്കിന്റെ കാലുകളൊക്കെ പോയത്. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. നഗരസഭയുടെ കീഴിലുള്ള 5 വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്ക് തകർന്നാൽ ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാകും. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം സ്വീവേജ് ഡിവിഷന് കീഴിലുള്ള ശാസ്തമംഗലം സെക്ഷനിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലാതെയായിട്ട് 4 മാസത്തിലധികമായി. 17ലധികം നഗരസഭാ വാർഡുകൾ ഉൾപ്പെട്ട ശാസ്തമംഗലം സ്വീവേജ് സെക്ഷനിലാണ് താൽക്കാലിക അസിസ്റ്റന്റ് എഞ്ചിനീയറെ വെച്ച് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ലോക് ഭവൻ, ക്ലിഫ് ഹൗസ്, നഗരസഭ, LMS, ബിഷപ്പ് ഹൗസ് തുടങ്ങി പ്രധാന സ്ഥലങ്ങൾ ഉൾപ്പെടെ 17ലധികം നഗരസഭാ വാർഡുകൾ ഉൾപ്പെട്ട ഏരിയയാണ് ശാസ്തമംഗലം സ്വീവേജ് സെക്ഷൻ. നിലവിലെ പ്രമോഷനായി പോയതോടെയാണ് ശാസ്തമംഗലം സെഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ ആളില്ലാതെയായത്. ഇപ്പോൾ പ്ലാമൂട് സെഷൻ AEക്കാണ് ശാസ്തമംഗലം സെഷന്റെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. ശാസ്തമംഗലം ഡിവിഷനിൽ സ്വീവേജ് വകുപ്പിന് കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് താൽക്കാലിക AE പറയുന്നത്. നഗരഹൃദയത്തിലെ സുപ്രധാനമായ വാർഡുകൾ ഉൾപ്പെടുന്ന ഇടത്ത് സ്ഥിര AE നിയമനം നടപ്പാക്കേണ്ടതുണ്ട്. ശാസ്തമംഗലം ഡിവിഷൻ വാട്ടർ അതോറിറ്റിയുടെ ഡ്രെയിനേജ് ഡിവിഷൻ ഏറ്റവും നല്ലൊരു ഡിവിഷനാണ്. അതിന് സംശയമൊന്നുമില്ല. ഇത് AE ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്കുണ്ടാകും. കാരണം ഡ്രെയിനേജ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അത് ബ്ലോക്ക് ആയാലും ശരി, മാൻഹോൾ റൈസിംഗ് ആയാലും ശരി, പുതിയ മാൻഹോളിൻ്റെ നിർമ്മാണങ്ങളായാലും ശരി, ഒപ്പം തന്നെ ഉള്ള മാൻഹോളുകളുടെ മെയിൻ്റനൻസ് ആയാലും ശരി, എല്ലാം അവരുടെ ആ ഒരു അണ്ടറിലാണ് വരുന്നത്. ഉടനെ തന്നെ നടപടി സ്വീകരിക്കാനായിട്ടുള്ള അധികൃതർ തയ്യാറാകണം. എൻ്റെ AXC ആയാലും ശരി, EE ആയാലും ശരി, മറ്റു സൂപ്രണ്ടിങ് എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയർക്ക് അതിനുവേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കുറവ് ഒരു നഷ്ടം തന്നെയാണ്. വാർഡിലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്ന ഈ സമയത്തെങ്കിലും വകുപ്പ് മന്ത്രിയോ മേലധികാരികളോ ഈ പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്നാണ് നഗരവാസികളുടെ പ്രതീക്ഷ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിശാല കുട്ടനാടിനെ കൊല്ലരുത് എന്ന മുദ്രാവാക്യവുമായി നെൽകർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക്. ഇന്ന് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും കുട്ടനാട്ടിലെ ഒരു വെള്ള ഭീഷണി തടയാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. ഫെബ്രുവരി 15 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുവാനാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ തീരുമാനം. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ നെൽകൃഷിക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഓരുവെള്ളത്തിൻ്റെ സാന്നിധ്യം. കഴിഞ്ഞ വർഷങ്ങളിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ ഓരുവെള്ളം മൂലം കൃഷി നശിച്ചു. തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും ഓരുവെള്ള ഭീഷണി തടയാൻ പര്യാപ്തമല്ലാതായി മാറിയിരിക്കുന്നു എന്നാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആരോപണം. വേലിയേറ്റവും വേലിയിറക്കവും അനുസരിച്ച് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറുകൾ ഉയർത്താനും താഴ്ത്താനും നടപടി ഉണ്ടാകുന്നില്ല. ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താതെ പലതും നശിച്ചുവെന്നും നെൽകർഷക സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടി. തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും ഉണ്ടാക്കിയത്. പക്ഷേ ഈ രണ്ടും കുട്ടനാട്ടിലെ കർഷകർക്ക് പ്രയോജനമില്ലാതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് പരിഷ്കരിക്കുവാൻ, അവിടെ റെഗുലേറ്റ് ചെയ്യാൻ, വെള്ളം കയറ്റത്തിനും ഇറക്കത്തിനും അനുസരിച്ച് റെഗുലേറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. അതിന് അവിടെ ആ ഷട്ടറുകൾ മുഴുവൻ ദ്രവിച്ചിരിക്കുന്നു. ഷട്ടറുകൾ പലതും ഇടയിൽ കൂടെ വെള്ളം കയറുന്നു. അത് ഒന്നും പരിഷ്കരിക്കാനോ നന്നാക്കാനോ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നെല്ല് സംഭരണത്തിലെ കിഴിവുകൊള്ള അവസാനിപ്പിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നില്ല. നെല്ല് സംഭരണത്തിന് 1500 കോടി രൂപയുടെ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഈ ബജറ്റിലും നടപ്പായില്ലെന്നും നെൽകർഷക സംരക്ഷണ സമിതി നേതൃത്വം കുറ്റപ്പെടുത്തി. ഈ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു 1500 കോടി രൂപ റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കണം. ഈ റിവോൾവിംഗ് ഫണ്ട് ഉണ്ടെങ്കിലേ
കർഷകർക്ക് സമയാസമയങ്ങളിൽ പണം കൊടുക്കാൻ കഴിയുള്ളൂ. ഇത് സംഭരിച്ച നെല്ലിന് പണം കൊടുക്കാൻ കഴിയുന്നില്ല, സംഭരിക്കാൻ കഴിയുന്നില്ല. ഓരോ കാര്യത്തിനും ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യേണ്ടുന്നതായ അവസ്ഥയിലേക്ക് കർഷകർ മാറുകയാണ്. കാർഷിക കലണ്ടർ നിലവിലുണ്ടെങ്കിലും അതനുസരിച്ച് വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല. ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിയാണ് നെൽകർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതിന് പിന്നാലെ ഫെബ്രുവരി 15 മുതൽ പഞ്ചദിന സത്യാഗ്രഹ സമരം നടത്താനും സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. ഓരുവെള്ള ഭീഷണിയും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കാലാകാലങ്ങളായി കുട്ടനാട്ടിലെ കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു പരിഹാരമുണ്ടാക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് ഈ കർഷകർ ഉയർത്തുന്നത്. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ സമരമുഖത്ത് ഇറങ്ങുക മാത്രമാണ് കർഷകർക്ക് മുന്നിലുള്ള ഏക പോംവഴി. കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തി ഇന്ന് പ്രക്ഷോഭത്തിനും തുടക്കം കുറിക്കുകയാണ്. പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏത് സർക്കാർ വന്നാലും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അല്ലെങ്കിൽ ഉയർന്നു കേൾക്കുന്നത് കുട്ടനാട്ടിലെ വിഷയങ്ങൾ തന്നെയാണ്. നെൽകർഷകരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചു, അതിനുവേണ്ടി കാര്യമായ ഒരു മാറ്റിവെക്കലൊന്നും തന്നെ ഉണ്ടായില്ല എന്നും അവർ മുന്നോട്ട് വയ്ക്കുകയാണ്, പറയുകയാണ്. എന്തായാലും ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കടുപ്പിക്കാൻ തന്നെയായിരിക്കുമല്ലോ കർഷകർ തീരുമാനിക്കുക. ഗുഡ് മോർണിംഗ് ലിജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. അത് ഓരോ സീസണിലും ഓരോരോ പ്രശ്നങ്ങളാണ്. മഴക്കാലത്ത് മടവീഴ്ച മൂലമുള്ള പ്രശ്നവും മറ്റ് കൃഷിനാശം മൂലമുള്ള പ്രശ്നവുമാണെങ്കിൽ അത് വേനൽക്കാലത്തേക്ക് വരുമ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഉയരുന്നത് കുട്ടനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ഓരുവെള്ള ഭീഷണിയാണ്. അത് ഡിസംബർ മുതലുള്ള സമയങ്ങളിൽ പാടങ്ങളിലെയും മറ്റ് ജലാശയങ്ങളിലും ജലനിരപ്പ് താഴുകയും സമുദ്ര ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ ഉപ്പുവെള്ളം കടന്നു വരുന്നത് കൃഷിക്ക് വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം കൃഷിക്കാണ് ഇത് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഓരുവെള്ള ഭീഷണി തടയാൻ പര്യാപ്തമല്ലെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. തണ്ണീർമുക്കം ബണ്ടിൻ്റെ 92 ഷട്ടറുകളുണ്ട്. ഇതിൽ 25 മാത്രമാണ് യന്ത്രസഹായത്തോടെ പ്രവർത്തിപ്പിക്കുന്നത്. ഈ ഷട്ടറുകളിൽ ഭൂരിഭാഗവും യന്ത്രസഹായത്തോടെ പ്രവർത്തിപ്പിക്കുന്നത് ഒഴികെയുള്ള മറ്റ് ഷട്ടറുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ നാശോന്മുഖമായി മാറിയിരിക്കുകയാണ്. അതിലെല്ലാം ഓട്ടകൾ വീണ് അല്ലെങ്കിൽ ദ്വാരങ്ങൾ വീണത് മൂലം ഉപ്പുവെള്ളം ഈ ഷട്ടറുകൾക്കുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഉപ്പുവെള്ളം തടഞ്ഞു നിർത്തുന്നതിന് ഇപ്പോൾ നിലവിൽ ഈ തണ്ണീർമുക്കം ബണ്ടിലെ ഷട്ടറുകൾ പര്യാപ്തമല്ലാതായി മാറിയിരിക്കുന്നു. മാത്രമല്ല വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്ന സമയങ്ങളിൽ അതിനനുസരിച്ച് ഈ ഷട്ടറുകൾ ഉയർത്താനും താഴ്ത്താനും കഴിയാതെ പോകുന്നു. കാരണം യന്ത്രസഹായത്തോടെ പ്രവർത്തിക്കുന്ന 25 ഷട്ടറുകൾ മാത്രമാണുള്ളത്. അവശേഷിക്കുന്ന ഷട്ടറുകളെല്ലാം ആളുകൾ തന്നെ നിന്ന് മാനുവലായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഷട്ടറുകളാണ്. ഇത് ഈ വേലിയിറക്ക സമയങ്ങളിൽ നിയന്ത്രിക്കുന്നതിന് വലിയൊരു പ്രയത്നം ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. അതുകൊണ്ട് ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലാവട്ടെ കരിമണൽ ഖനനം മൂലം ഇപ്പോൾ ഒരുവെള്ളം കൂടുതലായി കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനും ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് കാലങ്ങളായി കർഷകർ ആവശ്യപ്പെടുന്നതാണ്. മറ്റൊരു പ്രധാന വിഷയം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടാണ്. അത് ഒന്നാം കൃഷിയുടെ ആവട്ടെ രണ്ടാം കൃഷിയുടെ ആവട്ടെ ഈ നെല്ല് സംഭരണം കൃത്യമായ സമയങ്ങളിൽ നടക്കുന്നതാണ്. കാർഷിക കലണ്ടർ അനുസരിച്ച് അതിന് ഓരോന്നിനും സമയം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഓരോ സീസണിലും മില്ലുടമകളുമായുള്ള ഒരു തർക്കം, അത് കിഴിവിൻ്റെ പേരിലും മറ്റും ഉണ്ടാകുന്ന വലിയ തർക്കമുണ്ട്. പലയിടത്തും 2 കിലോ മുതൽ 20 കിലോ വരെ പലപ്പോഴും കിഴിവ് നൽകേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. ഒരു ടണ്ണിന് 2 കിലോ മുതൽ 20 കിലോ വരെ കർഷകർ കിഴിവ് നൽകേണ്ടതായി വരുന്നു. ഇത്തരം പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുന്നത്. ഇന്ന് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നെൽകർഷക സംരക്ഷണ സമിതി സമരം ആരംഭിക്കുകയാണ്. ഇതിവിടെ സമരം അവസാനിക്കുന്നില്ല. തുടർച്ചയായി ഫെബ്രുവരി 15 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്കും പഞ്ചദിന സത്യാഗ്രഹത്തിലേക്കും ഒക്കെ കടക്കുമെന്നാണ് നെൽകർഷക സംരക്ഷണ സമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. ലിജിൻ. ശരി പ്രശാന്ത്, എന്തായാലും സമുദ്രനിരപ്പിനേക്കാൾ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കുട്ടനാട്. സ്വാഭാവികമായും അവിടെ കുറച്ചുകൂടെ സംരക്ഷണവും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയൊക്കെ ഉണ്ടാകേണ്ട സ്ഥലമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് ഉണ്ടാകുന്നില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കർഷകർ പ്രക്ഷോഭ രംഗത്തേക്ക് കടക്കുന്നത്. പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ വിലസുന്ന കാട്ടാനയെ പിടികൂടി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി. കർഷകരുടെ ജീവനും സ്വത്തിനും വൻ ഭീഷണിയായതിനെ തുടർന്ന് ജനങ്ങളുടെ രോഷം തണുപ്പിക്കാൻ വനപാലകർ സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തി. വനാതിർത്തിയോടടുത്ത കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിൽ രാത്രിയും പകലും ഭേദമന്യേ കാട്ടാനശല്യം രൂക്ഷമാണ്. കണ്ണക്കട, കുർബാനപ്പാറ, കൈതപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാട്ടാനകൾ തമ്പടിക്കുന്നത്. പകൽ സമയത്ത് പോലും ആനകൾ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും കടന്നുകയറി വൻ നാശനഷ്ടമാണ് വരുത്തുന്നത്. വൻതോതിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. 10 ദിവസത്തിലേറെയായി വനാതിർത്തിയിലുള്ളവരുടെ ഉറക്കം കെടുത്തുകയാണ് ഇപ്പോൾ ഒരു കാട്ടാന.
ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം നാട്ടുകാർ ആദ്യം മുതൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അധികാരികൾ അവഗണിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിഷേധം ശക്തമായതിനു പിന്നാലെയാണ് കോടനാട് റേഞ്ച് ഓഫീസർ ആദിഷ് സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തിയത്. നടപടിയെടുക്കേണ്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉടനെ റിപ്പോർട്ട് നൽകുമെന്ന് റേഞ്ച് ഓഫീസർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. അതുവരെ രാത്രിയും പകലും പ്രദേശത്ത് വനപാലകരെ നിരീക്ഷണത്തിനായി നിയോഗിക്കും. നാട്ടുകാർ ഉന്നയിച്ച മറ്റു പ്രശ്നങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുമെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുത്തു. അതിന് ജനപ്രതിനിധികളടക്കം കുറച്ച് മുൻകൈ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ഓർഡർ വരും. അതിനെ ക്യാപ്ചർ ചെയ്ത് നമുക്കിവിടുന്ന് മാറ്റാൻ പറ്റും. ആ ഒരു 2 ദിവസം സമയം ഒരു കാലം 2-3 നമുക്ക് ഉറപ്പ് പറയാൻ എത്ര ദിവസം എന്നുള്ള ആ ദിവസം പകൽ 5 പേര്, രാത്രി 5 പേര്, രാത്രി ഒരു വാഹനം അടക്കം. അതുപോലെ ഏത് സമയത്തും കോൺടാക്ട് നമ്പറിന്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചറുടെയും ഫോറസ്റ്റുടെയും RRTയുടെ ഒക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അധികൃതരുടെ അനാസ്ഥയിൽ നാട്ടുകാർ രോഷാകുലരാണ്. അക്രമാസക്തനായ ആനയെ പിടികൂടി നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. ഈ ആന ഈ ജനവാസ മേഖല വിട്ടു പോകുന്നില്ല. കഴിഞ്ഞ രാത്രികളിലെല്ലാം കോഴിക്കൂട്, പട്ടിക്കൂട് ഉൾപ്പെടെ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലും പോരാത്തതിന് ഈ ആന ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഓടിച്ചു തുടങ്ങി. ഞാൻ ഇത്രയും അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ഈ 100ഓളം അടയ്ക്കാമരം ഇതിനകത്ത് ആനകൾക്ക് കാച്ചടയ്ക്കാനാണ് കളഞ്ഞത്. എൻ്റെ ജീവിതം മറക്കണം ഇതിനകത്ത്. ആന കയറി വെയിൽ കളഞ്ഞുകൊണ്ട് എൻ്റെ കൊക്കക്കായണ്ടായിരുന്നു പോയി. ഞാൻ ഇതുകൊണ്ടാണ് ഞാനും രോഗിയായ ഒരു ഭാര്യ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ജീവിക്കുന്നത് രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെട്ട അതേ സാധനം. ഇതിന് അറിയാമായൊരു നഷ്ടപരിഹാരം എത്രയും നിന്ന് കിട്ടണ്ടേ? അതുവരേക്ക് ഇപ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവർ അയക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നും നടപടി ഇതിനകത്ത് സ്വീകരിക്കാൻ പറ്റും. അക്രമകാരിയായ ആന നിൽക്കുന്ന സ്ഥലം വനപാലകർ കണ്ടെത്തിയിരുന്നു. രോഗബാധിതനായ ആന ആരോഗ്യം വീണ്ടെടുത്തതായാണ് സംഘത്തിലുള്ള വെറ്റിനറി ഡോക്ടറുടെ വിലയിരുത്തൽ. കുർബാനപ്പാറയിൽ താമസിക്കുന്ന കുമാരൻ എന്ന കർഷകന്റെ കമുക്, വാഴ, തെങ്ങ്, കൊക്കോ, പച്ചക്കറി തുടങ്ങി മത്സ്യകൃഷി ഉൾപ്പെടെ മുഴുവൻ കൃഷികളും ആന നശിപ്പിച്ചു. ഈ കൃഷിയിടങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് കാഴ്ചാപരിമിതിയുള്ള രോഗിയായ കുമാരന്റെ കുടുംബത്തിന്റെ ജീവിതമാർഗം. കൃഷിനാശം സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി സേനാപതി മാങ്ങാത്തൊട്ടിയിൽ കോഴി ഫാമുകളിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. 2 ഫാമുകളിലായി 600ഓളം കോഴികൾ ചത്തു. വനവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സേനാപതി മാങ്ങാത്തൊട്ടി ടൗണിന് സമീപമുള്ള 2 കോഴി ഫാമുകളിലാണ് രാത്രിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണമുണ്ടായത്. വർഷങ്ങളായി കോഴി ഫാം നടത്തിവരുന്ന ഇടിക്കുഴിയിൽ വർഗീസിന്റെ ഫാമിലെ 1000ഓളം കോഴികളിൽ 500ലധികവും ചത്തു. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്. രാത്രിയിൽ കോഴികൾക്ക് തീറ്റ കൊടുക്കാനെത്തിയപ്പോഴാണ് കോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നതായി കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ഞാൻ പതിപോലെ ഈ കോഴികളെ വൈകുന്നേരം 8 മണിക്ക് ഇതിന് തീറ്റ കൊടുക്കാനും നോക്കാനും വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കോഴിക്കൂട്ടിലെ ഏതോ ജീവി കയറിയിട്ട് എൻ്റെ 1000ഓളം കോഴി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മൊത്തം കോഴീനെ കടിച്ചു പോകുന്നത്. അതുകൊണ്ട് 500ലധികം കോഴികൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാത്രി 2 മണിയോടെയാണ് പനച്ചിക്കൽ വിജയന്റെ ഫാമിലെ കോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചത്. കുഞ്ഞെല്ലാം ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടാ ഇറങ്ങി തന്നെ. അന്നേരം വന്നപ്പോൾ കോഴിക്ക് പലയിടത്തിനും തലയില്ല, അങ്ങനെ കിടക്കുന്ന കണ്ടു. അതെല്ലാം പിറക്കി പുറത്തിട്ടിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നു, ഫാമിൽ തന്നെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. സംഭവത്തെ തുടർന്ന് വനം വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. കാട്ടുപൂച്ച പോലെയുള്ള ഏതെങ്കിലും മൃഗമാകാനാണ് സാധ്യതയെന്നും കർഷകന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്നും വനപാലകർ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. ചരിത്രത്തിൽ രോഗബാധിതർ ക്രൂരമായ വിവേചനങ്ങൾ നേരിട്ട കുഷ്ഠരോഗത്തെ പറ്റിയുള്ള ഭയം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അണുബാധ മാത്രമാണ് കുഷ്ഠരോഗം അഥവാ ലെപ്രസി. കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെയും ചികിത്സാ രീതിയെയും കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ ഡെർമറ്റോളജി വിഭാഗ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ വിനീത വർഗീസ് പണിക്കർ സംസാരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത വർഗീസ്, അമൃത ഹോസ്പിറ്റൽ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസറാണ്. ഇന്ന് ലോക കുഷ്ഠരോഗ ദിനമാണല്ലോ. എന്താണ് കുഷ്ഠരോഗം? കുഷ്ഠരോഗം ആദ്യകാലം തൊട്ടേ നാം ഒരുപാട് ഭയപ്പെട്ടിരുന്ന ഒരു രോഗമാണ്. ഇപ്പോഴും പല ആൾക്കാർക്കും കുഷ്ഠരോഗത്തിൻ്റെ ഭയം കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. കുഷ്ഠരോഗം എന്നാൽ മൈക്കോബാക്ടീരിയൻ ലെപ്ര എന്ന് പറയുന്ന ഒരു അണു ഉണ്ടാക്കുന്ന ഒരു അണുബാധ മാത്രമാണ്. കുഷ്ഠരോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇപ്പോഴുണ്ട്. നമ്മുടെ ട്യൂബർക്കുലോസിസ് എന്ന രോഗം പോലെ കുഷ്ഠരോഗത്തിനും ആൻറ്റിബയോട്ടിക് ചികിത്സയിലൂടെ നമുക്കിത് ക്യൂർ ചെയ്യാവുന്നതാണ്. കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? കുഷ്ഠരോഗം ഉള്ള രോഗിക്ക് സ്കിന്നിൽ വെളുത്തത് അല്ലെങ്കിൽ നിറം മങ്ങിയത്, ചുമന്നതായ പാടുകൾ, ഈ പാടുകളിൽ സ്പർശന ശക്തി കുറവ് തോന്നുക, ചിലർക്ക് നെർവ്സിൽ അതായത് ഞരമ്പുകളിൽ തടിപ്പ്, വീക്ക്നെസ്, പിന്നെ കുറച്ച് മസിൽ വീക്ക്നെസ്, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് വരുന്നത്.
അപ്പോൾ ഈ രോഗലക്ഷണങ്ങളുള്ളവർ എത്രയും വേഗം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട്, ദേഹത്ത് എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അസുഖം സ്ഥിരീകരിക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഈ അസുഖത്തിനെ കൺഫേം ചെയ്യാം. അതനുസരിച്ച് ഫലപ്രദമായ ചികിത്സ എടുത്താൽ ഇത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യും. നമുക്കൊരു കുഷ്ഠരോഗമുള്ള ഒരു രോഗിയെ തൊട്ടത് കൊണ്ടോ അവർക്കൊപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അവരുടെ ഒപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് പെട്ടെന്ന് കുഷ്ഠരോഗം വരുന്നതല്ല. അപ്പം നമുക്ക് പണ്ട് കാലത്തെ പോലെ രോഗികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഈ രോഗത്തെ നാം ഭയക്കേണ്ടതുമില്ല. ഫലപ്രദമായ ചികിത്സയും ക്യൂറേറ്റീവായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ചികിത്സകളും ഇതിനുള്ളതാണ്. ഭാരതീയ ശാസ്ത്രജ്ഞാന പരമ്പരയെ ആധുനിക ശാസ്ത്രീയ പഠനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനായി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ദ്വിദിന അന്താരാഷ്ട്ര സിമ്പോസിയം സംഘടിപ്പിച്ചു. അമൃത കൊച്ചി ബ്രഹ്മസ്ഥാനം ക്യാമ്പസിൽ നടന്ന സെമിനാർ അക്കാദമീഷ്യനും ഗവേഷകനുമായ പ്രൊഫസർ കെ രാമസുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഇൻ ആയുർവേദയുടെ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ പി റാം മനോഹർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പസ് ഡീൻ ആൻഡ് ഡയറക്ടർ ഡോക്ടർ യു കൃഷ്ണകുമാർ, കാലിക്കറ്റ് സർവകലാശാല മുൻ പ്രൊഫസർ എൻ കെ സുന്ദരേശൻ, ഡോക്ടർ രാജശേഖർ പി വൈക്കം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബി രാമനാഥൻ, IKS പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ കെ ശ്രീകാന്ത് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളിൽ ഗവേഷണാത്മക ചിന്തയും ഇന്ത്യൻ ജ്ഞാന പരമ്പരകളിലേക്കുള്ള താൽപ്പര്യവും വളർത്തുന്നത് ലക്ഷ്യമാക്കിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഈ 2019 ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഒരു നിർണായക നീക്കം SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഏത് തരത്തിലാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങളാണോ പ്രധാനമായും പരിശോധിക്കുന്നത്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവിധ പ്രതികളുടെയും മറ്റുള്ളവരുടെയും മൊഴികളെടുത്ത കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് SIT. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് SIT അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പ്രധാനമായും SITയുടെ പരിഗണനയിലുണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയറാമിന് എങ്ങനെയാണ് പരിചയം, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളോ മറ്റോ ഈ ജയറാമുമായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് SIT പരിശോധിച്ചത്. എന്തായാലും ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ അത് ശബരിമലയിൽ വെച്ച് കണ്ടുള്ള പരിചയമാണുള്ളത്. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനെയും പരിചയമുണ്ടെന്നും ജയറാം മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ജയറാമിനെ സാക്ഷിയാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അറ്റകുറ്റപ്പണികൾക്കായി പുറത്തു കൊണ്ടുപോയ ഈ ദ്വാരപാലക പാളികളും കട്ടിളപ്പാളിയും അടക്കം പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുകയും പൂജ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ഒക്കെ പുറത്തു വന്നതിൽ പിന്നാലെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് വലിയ വിശ്വാസമായിരുന്നുവെന്നും ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെ ഒരു തവണ പൂജയ്ക്ക് വിളിച്ചപ്പോൾ താൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള മൊഴിയാണ് ജയറാം നൽകിയിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ജയറാം SITക്ക് മുൻപിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊന്നും തന്നെ തനിക്ക് പോറ്റിയുമായി ഇല്ലായിരുന്നു എന്നും നടൻ ജയറാം SITയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ജയറാമിനെ സാക്ഷിയാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ലിജിൻ, ശരി. എന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. നടൻ ജയറാമിനെ ചോദ്യം ചെയ്യുന്നു. ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്യൽ നടത്തിയത്. അതേസമയം സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തനിക്ക് യാതൊന്നും അറിയില്ല എന്നുള്ള മൊഴി ജയറാം പ്രത്യേക അന്വേഷണ സംഘത്തോട് നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് മൂലം മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ജയിൽ മോചിതനായേക്കും. സുധീഷ് കുമാറിന് 2 കേസുകളിലെയും റിമാൻഡ് ഈ മാസം 29-ന് 90 ദിവസം പൂർത്തിയായിരുന്നു. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടി സ്വാഭാവിക ജാമ്യത്തിനായിട്ടാണ് നീക്കം. SIT കുറ്റപത്രം നൽകാത്തത് മൂലം നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കോടതി സ്വാഭാവിക ജാമ്യം നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദ്വാരപാലക കേസിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു.
ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്ന് ഏത് തരത്തിലായിരിക്കും വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം? വ്യാപാരം എങ്ങനെയായിരിക്കും ഇന്ന് ആരംഭിക്കുക? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചുകൾ വിപണിയിൽ ഇപ്പോൾ പതിവാണ്. ബജറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഊഹാപോഹങ്ങളൊപ്പം തന്നെ ബജറ്റ് വിപണി ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ ഒരു ആശങ്കയും എല്ലാമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഏറ്റക്കുറച്ചിലിന് കാരണം. ബജറ്റുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച പ്രത്യേക വ്യാപാര ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ഇതിലും കൂടുതൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് ഇത് നൽകുന്നത്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. പ്രത്യേകിച്ചും US വിപണി കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയിരുന്നു. മറ്റ് ചില ഏഷ്യൻ വിപണികളിലും ഈ ഒരു മുന്നേറ്റം പ്രകടമാണ്. പല വിപണികളും ഈ ഉയർന്ന നിലവാരത്തിൽ നീങ്ങുമ്പോഴും നമ്മുടെ വിപണിയിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലൊരു വിൽപ്പന തുടരുന്നത്. കഴിഞ്ഞ 2 ദിവസം വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി വിപണിയിൽ ഇടപെടുന്നത്. പ്രത്യേകിച്ചും ഒരു ദിവസം അവർ അറ്റ നിക്ഷേപകരായിരുന്നു. ഇന്നലെ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് കുറയുന്നത് വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളും ആഭ്യന്തര തലത്തിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന LNTയുടെ പ്രവർത്തന ഫലങ്ങൾക്ക് വേണ്ട രീതിയിൽ വിപണി സ്വാധീനിക്കാനായില്ലെങ്കിൽ കൂടിയും ആ ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം പ്രകടമാവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഒട്ടുമിക്ക സൂചികകളിലും ഒട്ടുമിക്ക മേഖലകളിലും കഴിഞ്ഞ ദിവസം വിൽപ്പന സമ്മർദ്ദം തന്നെയായിരുന്നു. എങ്കിൽ കൂടിയും വിപണി നേട്ടത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ബജറ്റിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഈ മേഖലകളിലെല്ലാം മുന്നേറ്റത്തിൽ പ്രതിഫലിക്കുകയും അത് വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും ബജറ്റ് വരെ വിപണിയിൽ ഈ തരത്തിലുള്ള വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്ന് ഈ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. എന്തായാലും വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ വിപണി അവസാനിച്ചതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. അതാണ് വിപണിയിൽ ഇന്നുണ്ടാകുന്ന മാറ്റങ്ങൾ. ദിലീപായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്. ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് UAEയിലെ അലൈനിൽ തുറന്നു. GCC രാജ്യങ്ങളിൽ ഇതോടെ ലുലു ഗ്രൂപ്പിന് 269 സ്റ്റോറുകളായി. ഗ്രോസറി, ഇലക്ട്രോണിക്സ്, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയെല്ലാം പുതിയ ഹൈപ്പർ മാർക്കറ്റിൽ ലഭിക്കും. അലൈനിലെ അൽജിമിയിലുള്ള അലൈൻ കമ്മ്യൂണിറ്റി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ അൽഫലാജ് ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജിംഗ് ഡയറക്ടർ ഹംദാൻ അവദ് തരീഫ് മുഹമ്മദ് അൽക്കദ്ബി നിർവഹിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ ലുലുവിന്റെ 269ാമത്തെ സ്റ്റോറാണ് ഇത്. UAEയിൽ മാത്രം ലുലുവിന് 117 സ്റ്റോറുകളുണ്ട്. 19,000 ചതുരശ്രടി വിസ്തൃതിയിലാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ഹോട്ട് ഫുഡ്, ബേക്കറി, മത്സ്യം, മാംസം, ഹോം അപ്ലയൻസസ് തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ഉപഭോക്താക്കൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ AV ആനന്ദ്, അലൈൻ റീജിയണൽ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ, ലുലു മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V നന്ദകുമാർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ദുബായ്. രാജ്യസഭാ MPയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ PT ഉഷയുടെ ഭർത്താവ് V ശ്രീനിവാസൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. കോഴിക്കോട് പയ്യോളിയിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൊന്നാനി സ്വദേശിയായ V ശ്രീനിവാസൻ മുൻ കബഡി താരമാണ്. കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയിലെ റിട്ടയർഡ് DYSP ആയിരുന്നു. കല്യാണ വീടുകളിലേക്ക് ഉൾപ്പെടെ സദ്യ ഒരുക്കുന്നതിനാവശ്യമായ പാത്രങ്ങളും കസേരകളുമൊക്കെയായി ഡിന്നർ സെറ്റ് മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് കാസർകോട്ടെ മലർവാടി വനിതാ സംഘം. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ നിന്നും 100% സബ്സിഡി നിരക്കിൽ അനുവദിച്ച 2.5 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് സ്ത്രീകൾ അധികം കടന്നു ചെല്ലാത്ത വാടക സാധന വിതരണ മേഖലയിലേക്ക് മലർവാടി കടക്കുന്നത്. വീടുകളിലെ സൽക്കാര പരിപാടികൾ, ഉത്സവാഘോഷങ്ങൾ, വിവാഹ ചടങ്ങുകൾ എന്നിവിടങ്ങളിലെല്ലാം സദ്യ ഒരുക്കുന്നതിനാവശ്യമായ പാത്രങ്ങൾ, മേശ, കസേര തുടങ്ങിയവയുമായി ഈ 5 അംഗ വനിതാ സംഘം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ സാന്നിധ്യം അറിയിക്കും. സാധാരണക്കാരായ വനിതകൾ ഉൾപ്പെടുന്ന സംഘങ്ങൾ കുടുംബശ്രീയിലൂടെ കൃഷിയിലും ഭക്ഷ്യ ഉൽപ്പന്ന രംഗത്തുമെല്ലാം കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ ധനസഹായത്തോടെ ഡിന്നർ സെറ്റ് മേഖലയിലേക്ക് കടക്കുന്നത്.
പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിൽ ഉൾപ്പെട്ട മലർവാടി ഗ്രൂപ്പ് 100% സബ്സിഡി നിരക്കിൽ അനുവദിച്ച 2.5 ലക്ഷം രൂപയുടെ ധനസഹായത്തോടെയാണ് വാടക സാധന വിതരണ മേഖലയിലേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. ടെന്റ് ആൻഡ് ഡെക്കറേഷൻ കടകളിലെ വാടക തുകയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പാത്രങ്ങൾ ഉൾപ്പെടെ ആവശ്യക്കാർക്ക് ലഭ്യമാക്കുമെന്ന് മലർവാടി ഗ്രൂപ്പ് അംഗങ്ങൾ പറഞ്ഞു. പ്ലാസ്റ്റിക് എല്ലാം നിരോധിച്ച ഈ സമയത്ത് ഇത് സ്റ്റീൽ പാത്രങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടില്ല, ഇത് നല്ലതായിരിക്കും എന്നുള്ളൊരു പഞ്ചായത്തിൽ നിന്ന് നമുക്ക് തന്നു. അങ്ങനത്തെ ഒരു ക്ലാസ്സും കാര്യങ്ങളും തന്നു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടിയോ മറ്റു ആഘോഷങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ തന്നെ സാധനങ്ങൾ, പാത്രങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഏർപ്പാടാക്കി കൊടുക്കാൻ ഞങ്ങൾ മുൻകൈ എടുക്കും. അതോടൊപ്പം ഇവർക്ക് ഇപ്പോൾ പന്തലോ പന്തൽ ഇതൊക്കെ കെട്ടണം, കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഈ വാർഡിനകത്തെ സന്നദ്ധരായ ചെറുപ്പക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഇവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കും. 750 സ്റ്റീൽ പ്ലേറ്റുകൾ, 750 സ്റ്റീൽ ഗ്ലാസുകൾ, 100 കസേര, 5 മുതൽ 35 കിലോ വരെയുള്ള ചെമ്പ് പാത്രങ്ങൾ, വലിയ ഉരുളി, 20 ടേബിളുകൾ തുടങ്ങിയവയുമായാണ് തീരെ പരിചിതമല്ലാത്ത ഡിന്നർ സെറ്റ് മേഖലയിലേക്ക് വനിതാ കൂട്ടായ്മ കടക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ചികിത്സിക്കാൻ പണമില്ലാതെ കാലിലെ പഴുപ്പ് സ്വയം തുണിവെച്ച് കെട്ടേണ്ട ദുരവസ്ഥയിലാണ് ജയ എന്ന വീട്ടമ്മ. 3 വർഷം മുൻപ് ഗൾഫിൽ വെച്ച് കാണാതായ മകൻ, 3 കുട്ടികളെയും കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്ന മകൾ, ഭർത്താവ് മരണപ്പെട്ട തൃശൂർ അരിമ്പൂർ 4-ാം കല്ല് സ്വദേശി ജയയുടെ ജീവിതം സമൂഹ മനസാക്ഷിയെ അലിയിക്കുന്നതാണ്. മകൾക്കും 3 കുഞ്ഞുമക്കൾക്കും വേണ്ട ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ദിനങ്ങൾ ജയ എന്ന 56-കാരിക്കുണ്ട്. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ 4-ാം കല്ലിൽ സഹോദരൻ എടുത്തു നൽകിയ വാടക വീട്ടിൽ കഴിയുന്ന ജയയുടെ ജീവിതം ദുരിതപൂർണമാണ്. കൂലിപ്പണിക്കാരനായ ഭർത്താവ് ഉണ്ണിമോൻ മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. 3 പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചു. ഒരാളുടെ ഭർത്താവിന് ക്യാൻസർ. 3-ാമത്തെ മകൾ ഭർത്താവിൽ നിന്നുള്ള ദുരിതങ്ങൾ മൂലം 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മയുടെ ഒപ്പം കഴിയുന്നു. വീട്ടിൽ അംഗസംഖ്യ 5ആയപ്പോൾ ദാരിദ്ര്യവും പതിവായി. ജയയുടെ സഹോദരൻ ഇടയ്ക്ക് നൽകുന്ന സാധനങ്ങളും വിധവാ പെൻഷനും കൊണ്ടുവേണം ഇവർക്ക് ജീവിക്കാൻ. ജയയുടെ കാലിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണം മുറിവ് വന്ന് പഴുത്തിരിക്കുകയാണ്. ആദ്യം തൃശൂരിലാണ് ചികിത്സിച്ചിരുന്നത്. എങ്കിലും പോയി വരാനുള്ള പണമില്ലാത്തതിനാൽ അരിമ്പൂർ പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് പിന്നീട് ചികിത്സയുണ്ടായത്. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്തതിനാൽ പലപ്പോഴും സ്വയം മുറിവിൽ തുണി കെട്ടി ആരോടും പരിഭവം പറയാതെ ജീവിതം തള്ളി നിൽക്കുകയാണ് ഇവർ. എനിക്ക് എന്നിട്ട് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. 10 വർഷമായി കാലുമതിങ്ങനെ ഒടിഞ്ഞു, നീര് വന്ന് പൊട്ടിപ്പഴുത്ത് ഒന്നിനും പറ്റാണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് ഇരിപ്പായിട്ട്. അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിലാണ്. വിദേശത്ത് ജോലി തേടിപ്പോയ മകൻ 29 വയസ്സുള്ള രാഹുൽ 3 വർഷമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. മകന്റെ നമ്പറിൽ വിളിച്ചു നോക്കിയെങ്കിലും മറുപടി ലഭിച്ചില്ല. അറിയാവുന്ന സുഹൃത്തുക്കളുടെ നമ്പറിൽ വിളിച്ചെങ്കിലും നടപടിയായില്ല. അധികൃതർ ഇടപെട്ട മകനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജയയുടെ ആവശ്യം. എൻ്റെ മകനെ കാണാനായിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി ദുബായിക്ക് പോയതിന്. അപ്പം അവനെ പറ്റിയൊരു വിവരമൊന്നുമില്ല. ഒരു 1.5 വർഷത്തിൻ്റെ മുന്നേ കണ്ട് ഒരു അറിവൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഇത്രയും വർഷം കാണാണ്ട് ഒരു അറിവും ഒന്നും ഇല്ലാണ്ടായിട്ടുള്ളത്. 3 നേരത്തെ ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായുള്ള പണം കണ്ടെത്താനായി മകന്റെ മടങ്ങിവരവും പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പിലാണ് ജയ. അമൃത ന്യൂസ്, തൃശൂർ. രാജ്യമെന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78-ാം രക്തസാക്ഷിത്വ ദിനം ആചരിക്കുകയാണ്. രാജ്ഘട്ടിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പുഷ്പചക്രം സമർപ്പിക്കും. തുടർന്ന് സർവ്വമത പ്രാർത്ഥനയും നടക്കും. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അധികാരത്തിന്റെ ഗർവിനേക്കാൾ വലുത് ആത്മബലമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത മഹാത്മാവാണ് മഹാത്മാഗാന്ധിജി. ഇന്ത്യ ന്യൂസിലൻഡ് T20 ആവേശത്തിലാണ് തലസ്ഥാന നഗരി. ആവേശ പോരാട്ടത്തിനായി ടീമുകൾ ഇന്നലെ തന്നെ തലസ്ഥാനത്തെത്തി. ഇന്ത്യൻ ടീമിനായി കോവളത്തെ ലീല റാവിസ് ഹോട്ടലിലും ന്യൂസിലൻഡ് ടീമിനായി ഹയാത്ത് റീജൻസിയിലുമാണ് താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 7 മണി മുതൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. മലയാളി താരം സഞ്ജു സാംസന്റെ സാന്നിധ്യം ആരാധകർക്ക് ആവേശം പകരുന്നുണ്ട്. കഴിഞ്ഞ 4 മത്സരങ്ങളിലും നിറം മങ്ങിയെങ്കിലും അവസാന മത്സരത്തിൽ സഞ്ജു ഇടം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. മത്സരത്തോടനുബന്ധിച്ച് വിമാനത്താവളം, ഹോട്ടലുകൾ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ ടിക്കറ്റ് മുഴുവനായും വിറ്റുപോയ മത്സരം എന്നതും ഇത്തവണത്തെ T20യുടെ പ്രത്യേകതയാണ്.
വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിൽ UP വാരിയേഴ്സ് ഉയർത്തിയ 144 റൺസ് വിജയലക്ഷ്യം 13.1 ഓവറിൽ RCB അനായാസം മറികടന്നു. ഗ്രേസ് ഹാരിസിന്റെയും സ്മൃതി മന്ദാനയും RCBക്കായി അർദ്ധ സെഞ്ചുറി നേടി. 8 മത്സരത്തിൽ 6 ജയവുമായിട്ടാണ് ബാംഗ്ലൂരു ഫൈനലിലേക്ക് മുന്നേറിയത്. വൈവിധ്യമാർന്ന സന്യാസി സമ്പ്രദായങ്ങളുടെ സംഗമഭൂമി കൂടിയാണ് ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവം. ഉത്സവത്തിന്റെ ഭാഗമായി തവനൂർ മഹാദേവ ഘട്ടിൽ നടന്ന അഘോരി പൂജ അത്യപൂർവ കാഴ്ചയാണ് വിശ്വാസികൾക്ക് ഒരുക്കിയത്. കാശിയിലെ മണികർണിക, താരാപീഠ്, കാമാഖ്യ തുടങ്ങിയ ശ്മശാനങ്ങളിലാണ് സാധാരണ അഘോരി പൂജ നടക്കാറുള്ളത്. ദക്ഷിണ ഭാരതത്തിൽ അഘോരി പൂജ എവിടെയും നടക്കാറില്ല. കഴിഞ്ഞ വർഷം നടന്ന പ്രയാഗ് കുംഭമേളയിലെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു അഘോരി മണികണ്ഠൻ മഹാരാജും സംഘവും നയിച്ച പൂജ. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായാണ് തവനൂർ മഹാദേവ് ഘട്ടിൽ അഘോരി പൂജ നടന്നത്. ഇവിടെയും മണികണ്ഠൻ മഹാരാജാണ് പൂജയ്ക്ക് നേതൃത്വം നൽകിയത്. നിളാതീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഹോമകുണ്ഡം ഒരുക്കിയായിരുന്നു പൂജകൾ നടന്നത്. അർദ്ധരാത്രിയിൽ തുടങ്ങിയ ചടങ്ങുകൾ പുലർച്ചെയാണ് അവസാനിച്ചത്. സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്ന ഭയരഹിതമായ അവസ്ഥയാണ് അഘോരി പൂജയിലൂടെ ലക്ഷ്യമാക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.